ശമൂവേൽ അധ്യായം 6. ദൈവത്തിൻ്റെ പെട്ടകം 7 മാസം ഫെലിസ്ത്യാദേശത്ത് ആയിരുന്നു. എന്നാൽ ഫെലിസ്ത്യർ പുരോഹിതന്മാരെയും പ്രമാണികളെയും വരുത്തി, നാം ദൈവത്തിൻ്റെ പെട്ടകം സംബന്ധിച്ച് എന്തു ചെയ്യേണ്ടു, അതിനെ അതിൻ്റെ സ്ഥലത്തേക്ക് വിട്ടയക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുവിൻ എന്ന് പറഞ്ഞു. അതിന് അവർ, ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പെട്ടകം വിട്ടയക്കുന്നു എങ്കിൽ വെറുതെ അയക്കാതെ ഒരു പ്രായശ്ചിത്തവും അവന് കൊടുത്തയക്കണം. അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വരും. അവൻ്റെ കൈ നിങ്ങളെ വിട്ട് നീങ്ങാതെ ഇരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവന് കൊടുത്തയക്കേണ്ട പ്രായശ്ചിത്തം എന്തെന്ന് ചോദിച്ചതിന് അവർ പറഞ്ഞത്, ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ എണ്ണത്തിനൊത്തവണ്ണം പൊന്നുകൊണ്ട് 5 മൂലക്കുരുവും പൊന്നുകൊണ്ട് 5 എലിയും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധയല്ലോ ഉണ്ടായിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ മൂലക്കുരുവിൻ്റെയും നിങ്ങളുടെ ദേശത്തെ ശൂന്യമാക്കുന്ന എലിയുടെയും രൂപങ്ങൾ ഉണ്ടാക്കി ഇസ്രായേല്യരുടെ ദൈവത്തിന് തിരുമുൽക്കാഴ്ച വയ്ക്കണം. പക്ഷേ അവൻ തൻ്റെ കൈ നിങ്ങളുടെ മേൽ നിന്നും നിങ്ങളുടെ ദേവന്മാരുടെ മേൽ നിന്നും നിങ്ങളുടെ ദേശത്തിന്മേൽ നിന്നും നീക്കും. മിസ്രയീമ്യരും ഫറവോനും തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവരുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിച്ച ശേഷമല്ലയോ അവർ അവരെ വിട്ടയക്കുകയും അവ പോവുകയും ചെയ്തത്. ആകയാൽ നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ വണ്ടിയുണ്ടാക്കി മുഖം വച്ചിട്ടില്ലാത്ത കറവയുള്ള 2 പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ അവയുടെ അടുക്കൽ നിന്ന് വീട്ടിൽ മടക്കി കൊണ്ട് പോകുവിൻ. പിന്നെ യഹോവയുടെ പെട്ടകം എടുത്ത് വണ്ടിയിൽ വെപ്പിൻ. നിങ്ങൾ അവന് പ്രായശ്ചിത്തമായി കൊടുത്തയക്കുന്ന പൊന്നുരുപ്പടികളും ഒരു ചെപ്പിൽ അതിനരികെ വച്ച് അത് തനിച്ചു പോകുവാൻ വിടുവിൻ. പിന്നെ നോക്കുവിൻ, അത് ബേത്ത്ശേമിലേക്കുള്ള വഴിയായി സ്വദേശത്തേക്ക് പോകുന്നു എങ്കിൽ അവൻ തന്നെയാകുന്നു നമുക്ക് ഈ വലിയ അനർത്ഥം വരുത്തിയത്, അല്ലെങ്കിൽ നമ്മെ ബാധിച്ചത്. അവൻ്റെ കൈയല്ല, യാദൃച്ഛിയ നമുക്ക് ഭവിച്ചതത്രേ എന്ന് അറിഞ്ഞുകൊള്ളാം. അവർ അങ്ങനെ തന്നെ ചെയ്തു. കറവയുള്ള 2 പശുക്കളെ വരുത്തി വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ വീട്ടിൽ കെട്ടിയിട്ടു. പിന്നെ അവർ ദൈവത്തിൻ്റെ പെട്ടകവും പൊന്നുകൊണ്ടുള്ള എലികളും മൂലക്കുരുവിൻ്റെ രൂപങ്ങളും ഇട്ടിരുന്ന പാത്രവും വണ്ടിയിൽ വച്ചു. ആ പശുക്കൾ നേരെ ബേത്ത്ശേമിലേക്കുള്ള വഴിക്ക് പോയി. അവ കരഞ്ഞും കൊണ്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടി തന്നെ പോയി. ഫെലിസ്ത്യ പ്രഭുക്കന്മാരും ബേത്ത്ശേമെശിന്റെ അതിർവരെ പിന്നാലെ ചെന്നു. അപ്പോൾ ബേത്ത്ശേമ്യർ താഴ്വരയിൽ ഗോതമ്പ് കൊയ്യുകയായിരുന്നു. അവർ തല ഉയർത്തി പെട്ടകം കണ്ടിട്ട് സന്തോഷിച്ചു. വണ്ടി ബേത്ത്ശേമെശ്യനായ യോശുവയുടെ വയലിൽ വന്നു നിന്നു. അവിടെ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. അവർ വണ്ടിയുടെ മരം വെട്ടിക്കീറി പശുക്കളെ ദൈവത്തിന് ഹോമയാഗം കഴിച്ചു. ലേവ്യർ ദൈവത്തിൻ്റെ പെട്ടകവും പൊന്നുരുപ്പടികൾ ഉള്ള ചെപ്പും ഇറക്കി ആ വലിയ കല്ലിന്മേൽ വച്ചു. ബേത്ത്ശേമെശ്യർ അന്ന് ദൈവത്തിന് ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും അർപ്പിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ 5 പേരും ഇത് കണ്ട ശേഷം
അന്നു തന്നെ എക്രോനിലേക്ക് മടങ്ങിപ്പോയി. ഫെലിസ്ത്യർ ദൈവത്തിന് പ്രായശ്ചിത്തമായി കൊടുത്തയച്ച പൊന്നുകൊണ്ടുള്ള മൂലക്കുരുക്കൾ അസ്തോദിന്റെ പേർക്കും ഒന്ന്, ഗസയുടെ പേർക്കൊന്ന്, അസ്കലോത്തിന്റെ പേർക്കൊന്ന്, ഗത്തിന്റെ പേർക്ക് ഒന്ന്, ഗസയുടെ പേർക്ക് ഒന്ന്, ഇങ്ങനെയായിരുന്നു. പൊന്നുകൊണ്ടുള്ള എലികൾ ഉറപ്പുള്ള പട്ടണങ്ങളിലും നാട്ടുംപുറങ്ങളിലും ഗ്രാമങ്ങളിലുമായി 5 പ്രഭുക്കന്മാർക്കുള്ള സകല ഫെലിസ്ത്യ പട്ടണങ്ങളുടെയും എണ്ണത്തിന് ഒത്തവണ്ണമായിരുന്നു. അവർ ദൈവത്തിന്റെ പെട്ടകം ഇറക്കി വെച്ച വലിയ കല്ല് ബേത്ത്ശേമെശ്യനായ യോശുവയുടെ വയലിൽ ഇന്ന് വരെയും ഉണ്ട്. ബേത്ത്ശേമെശ്യർ ദൈവത്തിന്റെ പെട്ടകത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവൻ അവരെ സംഹരിച്ചു. അവർ ജനത്തിൽ 1070 പേരെ സംഹരിച്ചു. ഇങ്ങനെ ദൈവം ജനത്തിൽ ഒരു മഹാസംഹാരം ചെയ്തുകൊണ്ട് ജനം വിലപിച്ചു. ഈ പരിശുദ്ധ ദൈവമായ കർത്താവിൻ്റെ മുമ്പാകെ നിൽപ്പാൻ ആർക്ക് കഴിയും? ഈ പെട്ടകം ആര് നമ്മുടെ ഇടയിൽ നിന്ന് കൊണ്ടുപോകും എന്ന് ബേത്ത്ശേമെശ്യർ പറഞ്ഞു. അവർ കുര്യത്ത് യയാരീം നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം മടക്കി അയച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് അതിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുപോകുമെന്ന് പറയിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.